ഓണക്കാലം അല്ലേ, കുറച്ച് ഓണത്തിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ഓണക്കാലമൊക്കെ ആയിട്ട് എന്താണ് എനിക്ക് തോന്നുന്നു, ഈ സെറ്റിലാണോ ഇത്തവണ ഓണാഘോഷങ്ങളൊക്കെ, അതോ വീട്ടില് ഓണാഘോഷിക്കാൻ പോകുമ്പോ? വീട്ടിൽ തന്നെ ആയിരിക്കും ഓണം. സെറ്റിൽ ആഘോഷമായിട്ടുള്ള സീൻസിന്റെ ഇടയിൽ ഈ സീരിയല് ഓണത്തിനോട് എടുക്കാൻ നേരത്ത് അവർ എപ്പിസോഡിന്റെ അകത്ത് ഓണം ചേർക്കുമല്ലോ. അപ്പൊ അവിടെ വെച്ചാണ് ഓണം. പക്ഷെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂവുള്ള ഓണത്തിന്റെ എന്റെ കഥാപാത്രം വേറൊരു രീതിയിലും കുടുംബോളത്തിലെ വേറൊരു രീതിയിലുമാണല്ലോ. ഇപ്പൊ രണ്ടിടത്ത് ഓണസദ്യ ഇപ്പൊ തന്നെ നിലവിൽ കിട്ടി, നേരത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോ. പക്ഷെ കിട്ടുക എന്ന് പറഞ്ഞാൽ 2 വാരി വരാൻ നേരത്തെ അവർ കട്ട് പറഞ്ഞു വിടും. അപ്പൊ പിന്നെ പൂർത്തീകരിച്ചത് ഉണ്ണാൻ ഇതിലോട്ട് പറ്റിയിട്ടില്ല. അപ്പൊ വീട്ടിൽ തന്നെ ആയിരിക്കും ഓണം. ഈ ചെറുപ്പകാലത്തെ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ക്ലീഷേ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാന്നാലും ചോദിക്കണം എന്ന് തോന്നുന്നോട് പറയും. എന്താണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ചോദ്യം ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതെ, തീർച്ചയായിട്ടും. ഓണക്കാലം ആകുമ്പോ എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെറുപ്പകാലത്തെ ഓണം. കുട്ടിക്കാലത്തെ ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? കുട്ടിക്കാലത്തെ ഓണമായിട്ട് അങ്ങനെ എനിക്ക് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ, ഞാൻ സാധാരണ നമ്മൾ ഓണക്കാലാകുന്ന സമയത്ത് 10 ദിവസം അവധി കിട്ടും. ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷെ ഈ 10 ദിവസം അവധിക്ക് മുമ്പായിട്ടൊരു 10 ദിവസം ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്, ഓണപരീക്ഷ എന്നുള്ളത്. അപ്പൊ ഈ ടെൻഷനെ കഴിഞ്ഞിട്ട് ഈ ഇത് വരുന്നുണ്ടല്ലോ, നമുക്കൊരു ആഘോഷം വരുന്നുണ്ടല്ലോ. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇപ്പോഴത്തെ അറിയാം, നമുക്ക് 10 ദിവസം ഈ എക്സാം കഴിഞ്ഞിട്ട് 10 ദിവസം വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ പേപ്പർ വരുമ്പോൾ സങ്കടാവും. എന്നാൽ നേരെ മറിച്ച് ഉള്ള 10 ദിവസം ഹാപ്പി ആയിട്ട് പോകുക എന്നുള്ളൊരു ഇതാണല്ലോ. അപ്പോ എന്റെ ഓർമ്മ നിൽക്കുകയാണെങ്കിൽ ഞാൻ താമസിക്കുന്ന അമ്മയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ പൊതുവേ നമുക്ക് ഓണം അയക്കാൻ നേരത്തെ അമ്മ വീട്ടിലോട്ട് പോണ പരിപാടി. അപ്പോ നേരെ മറിച്ച് എനിക്ക് അമ്മ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. കാര്യം ഡെയിലി അവിടെ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ആകപ്പാടുള്ള ഇതെന്ന് പറയുമ്പോൾ ഓണത്തിന് മുമ്പായിട്ട്, ഓണം അവധി തരുന്നതിന്റെ അന്നായിരിക്കുമല്ലോ നമുക്ക് ഓണത്തില് സ്കൂളിൽ വെച്ചുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും. അപ്പോ ബാക്കി എല്ലാ ദിവസങ്ങളും യൂണിഫോമിൽ നിന്ന് മാറി ഒരു ദിവസം കളർ ഡ്രസ് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ അന്നത്തെ ദിവസം എന്ന് പറയാൻ നേരത്ത് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം നല്ല കളർഫുൾ ആയിട്ട് വരാൻ നേരത്ത് അന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഓ ഇവൾക്ക് ഇത്ര ഭംഗി ഉണ്ടായിരുന്നല്ലേ. അപ്പൊ നമ്മള് അന്നത്തെ ദിവസം മെയിൻ പരിപാടി എന്ന് പറയാൻ നേരത്ത് കളക്ഷൻ എടുത്ത് നടക്കുക. പക്ഷെ ഞങ്ങളുടെ സ്കൂൾസിന്റെ, എന്റെ സ്കൂൾ ബോയ്സ് സ്കൂളാണ്, എന്റെ തൊട്ടപ്പുറം ഇപ്പറേ 2 ഗേൾസ് സ്കൂളാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ പെൺപിള്ളേരെ കാണാൻ പറ്റുന്ന ദിവസം. അപ്പൊ ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് നേരെ ഓടുന്നത് ഒരു സെൻട്രൽ പോർഷൻ ഉണ്ട്, അവിടെയാണ് 2 സ്കൂളിലെയും പിള്ളേർ വന്ന് ചേരുന്നത്. അന്ന് പോയി നന്നായിട്ട് കളക്ഷൻ എടുക്കുക. തമാശയുടെ രീതിയിലുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നല്ല നല്ല ഓർമ്മകളാണ് ഓണത്തോടനുബന്ധിച്ചുള്ളത്. അപ്പൊ തമാശ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, ഈ വായ്നോട്ടം എന്ന് പറയുന്ന ഒരു ആസ്ഥാന കലയാണ്, അതിപ്പോഴും തുടരുന്നുണ്ടോ? പിന്നല്ല, സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ്. പിന്നല്ല, ഞാൻ ഇപ്പം പറയും ഈ കണ്ണൊക്കെ തരുന്നത് സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് വായി പിന്നല്ല, സൗന്ദര്യം തരുന്ന ആസ്വദിക്കാനാണല്ലോ അല്ലേ. തീർച്ചയായിട്ടും സൗന്ദര്യം ആസ്വദിക്കണം. പിന്നെ ബാക്കി ഓണത്തിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ വീട്ടിലെ സദ്യയൊക്കെ വെച്ചിട്ടുള്ള ഓണാഘോഷമാണ്. എനിക്കൊന്നും ഈ കോട്ടയം ഭാഗത്തോട്ടൊക്കെ ആയതുകൊണ്ട് ഈ ഓണത്തിന് കുറച്ച് കുറവുണ്ടോ ഓണാഘോഷം? തനി കോട്ടയം, ഞങ്ങള് തനി നാട്ടുംപുറ ഏരിയ ആണല്ലോ. അപ്പോ ഓണം എല്ലാ വീട്ടിലും ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു ഓണത്തിന്റെ ഒരു മൂഡ് നമുക്ക് എന്തായാലും ഇപ്പൊ കിട്ടത്തില്ലല്ലോ. തീർച്ചയായിട്ടും അവരിത് കിട്ടില്ല. എന്തായാലും ഇപ്പം ഈ ലൊക്കേഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? അടിച്ചുപൊളി വൈബാണോ? എനിക്ക് തോന്നുന്നു ഞാൻ 2 ദിവസം മുമ്പ് റീൽസല്ല സ്റ്റോറിയൊക്കെ കണ്ടപ്പോൾ ഷട്ടിലൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചുള്ള എല്ലാവരും തമ്മിൽ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അതെ, മഞ്ഞൾ വിരിഞ്ഞ പൂവും കുടുംബോളക്കും. എനിക്ക് തോന്നുന്നത് കുടുംബോളക്കിൽ എനിക്ക് സീൻസ് കുറവായിരുന്നല്ലോ ഇത്ര നാളും. അപ്പോഴത്തേക്കും അതിലൊരു പോരായ്മയുണ്ട്. പക്ഷെ അതിപ്പോ മീറ്റപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവരും നല്ല കമ്പനി, ജോളി വൈബാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂവെന്ന് വെച്ചാൽ എല്ലാ പിള്ളേർ സെറ്റാണ്, നമ്മുടെ ഒരേ പ്രായക്കാരാണ്. അപ്പോഴത്തേക്കും പക്കാ ജോളി മൂഡാണ് സത്യത്തിൽ. അവിടെ ചെന്ന് വർക്ക് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നിയിട്ടില്ല നമുക്ക്. അപ്പൊ ഇനിയിപ്പം ഈ അഭിനയത്തിന്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഈ പഠിച്ചത് വേറെ എന്തെങ്കിലും കുട്ടി ജോബുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ ഈ പറഞ്ഞ 24-ൽ ജോലി ചെയ്തിട്ട് നേരെ ഈ ഷോർട്ട് ഫിലിംസിലേക്ക് മറ്റും കടന്നു വരുവാണോ? ഇല്ല, ഞാൻ ഈ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സർബത്ത് കച്ചവടവും പരിപാടിയൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പൊ അതിന് ക്ലാസ് കെട്ടിയത് ഇത്ര ദിവസം മാറ്റി വെച്ചിട്ട് അങ്ങനെ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി ബിസിനസ് അറിയാൻ മേലാത്ത ആൾ അതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കരുത്, കൈ നഷ്ടമാണെന്ന് മനസ്സിലായി. കാര്യം അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പെറുക്കിയൊക്കെ ആയിരിക്കും അവരോടൊക്കെ കടം മേടിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നഷ്ടം വരാൻ നേരത്തെ ഓരോന്നോരോന്നും മാറ്റി. അപ്പൊ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാറ്ററിംഗ് പരിപാടിക്ക് പോവാ, അങ്ങനെയൊക്കെ. അതൊക്കെ സാധാരണക്കാരായ യുവാക്കളുടെ എല്ലാം സ്ഥിരം പരിപാടിയാണ്. അത് തീർച്ചയായിട്ടും ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് ജാടയൊന്നും. എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, പാവമാണ്, ജാടയൊന്നും ഇല്ലാത്ത ആളാണ്.
പിന്നെ സ്കൂൾ കാലഘട്ടം പറയുവാണെങ്കിൽ എങ്ങനെ ബിരുദനാണോ ഈ സ്കൂളൊക്കെ ക്ലാസ് ഒക്കെ കട്ട് പഠിത്തത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലാത്തിനും ബിരുദനായിരുന്നു. പഠിത്തത്തിൽ മാത്രമേ ഞാൻ പിന്നോട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യത്തിലും. മാർക്കൊക്കെ എങ്ങനെ? മാർക്കൊക്കെ എങ്ങനെയും ജയിക്കും. 18 മാർക്ക് കിട്ടിയാൽ ജയിക്കും എന്ന് പറഞ്ഞു. 17 ആണെങ്കിൽ ടീച്ചർമാരെ കാലം പിടിച്ച് ടീച്ചർ 1/2 മാർക്ക് കൂടി മാറ്റി ടീച്ചർ ഒന്ന് ജയിപ്പിച്ചു തരുമോ എന്നുള്ള അങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ ആയിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. അതായത് ചിലപ്പം കൂടുതൽ മാർക്ക് ഉണ്ടാകുമായിരിക്കും, എന്നിരുന്നാൽ കൂടിയും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവോ കുട്ടികൾക്ക്? അതാണോ? അങ്ങനെയല്ല, നമ്മള് ഈ എന്റെയൊക്കെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഉഴപ്പാൻ നന്നായിട്ട് ഉഴപ്പും, പക്ഷെ എക്സാമിന്റെ സമയമാകുമ്പോൾ കുറച്ച് കട്ടിക്കിരുന്ന് പഠിച്ച് ആ ഒരു കുറച്ച് മാർക്കൊക്കെ മേടിക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവമായിരുന്നു എനിക്ക്. ഞങ്ങൾ ആ സമയം കണ്ടെത്തിക്കൊണ്ടിരുന്ന കോപ്പി അടിക്കാൻ വേണ്ടിയായിരുന്നു. കോപ്പി. പക്ഷെ എനിക്ക് എന്താ എനിക്ക് ഈ കോപ്പി അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കലയാണ്. നേരത്തെ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും വായി നോക്കുന്ന ഒരു കലയാണ്. അതുപോലെ തന്നെ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. അതെ അതെ, പഠിത്തം ദുഃഖമാണ് കോപ്പി. അതൊക്കെ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ട് വെച്ചതെന്ന് തോന്നല്ലേ? ആലോചിക്കുന്നില്ല. കുറെ പെൺപിള്ളേരുടെ സംശയമാണ്, സിംഗിൾ ആണോ അതോ. എന്നോട് അല്ല, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇവിടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതാണ് സിംഗിൾ ആണ്. പെൺകുട്ടികളാണോ ഫ്രണ്ട്സ് മൊത്തം? ഓ, പെൺകുട്ടികളാണ്. ഫ്രണ്ട്സ് മൊത്തമല്ല, പെൺപിള്ളേരും ഉണ്ട്, ആൺകുട്ടികളുണ്ട്. പിന്നെ അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ചോദിക്കണം. പിന്നെ മറ്റൊന്ന് ചോദിച്ചു ഏജ് എത്രയാന്നൊക്കെ ചോദിക്കണം. ആൺകുട്ടിയല്ലേ, പെൺകുട്ടിയല്ലല്ലോ, അപ്പൊ പറയുന്നതിന് കുഴപ്പമില്ല. എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. മഞ്ഞുലൊഴിഞ്ഞ് പോലെ കഥാപാത്രം വെച്ച് എനിക്ക് 42 വയസ്സുണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് 27 വയസ്സുള്ളൂ. 27 വയസ്സ്. അതെ, ഞാൻ ചുള്ളൻ ചെറുക്കനാണ്. ഇനിയിപ്പോ മറ്റു കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഈ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണല്ലോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പം ഈ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പോസിറ്റീവായിട്ടും ആരും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, നെഗറ്റീവായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലെ കമന്റുകൾ തന്നെ അങ്ങനെയാണ്. പിന്നെ എനിക്കിപ്പോൾ ഓർമ്മയുള്ളതെന്ന് പറയാം, വിനയൻ ക്യാരക്ടറിന് നന്നൊരു സ്വീകാര്യത എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ക്യാരക്ടറിന് കിട്ടത്തില്ല എന്ന് ഉറപ്പാണ്. കാര്യം നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് ആൾക്കാരുടെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെ കുറെ അങ്ങനത്തെ കുറെ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. എന്താണ് ഒരു ഓർമ്മിക്കാനുള്ള പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം? ഓർമ്മ വരുന്ന കാര്യം അത് പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് അത് ഹേർട്ടായിട്ട് തോന്നി ആ കാര്യം പറഞ്ഞപ്പോൾ. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി, ദൈവം അത് എനിക്ക് ഒരു റിവാർഡ് ആണല്ലോ. അതെ, തീർച്ചയായിട്ടും. പലരും പല സ്ഥലം, ഇതിപ്പോ എന്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, അവൻ എന്നാ പാവമായിരുന്നു കടന്നു വരുമ്പോ, ആ സീരിയലിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തില് പാവമായിരുന്നു, തനി നാട്ടുമ്പുറത്ത്. തീർച്ചയായിട്ടും. പിന്നീട് ഒരു ഭയങ്കര ഒരു വില്ലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് അതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് പറയാനുള്ള പെട്ടെന്ന് പറയുന്നത്, നമ്മുടെ കോവിഡ് ടൈമില്ലേ, കോവിഡ് ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് കഥാപാത്രം മാറിയത്. അപ്പൊ ഈ ടൈമില് എന്തുപോലെ ഞാൻ ഇങ്ങോട്ട് വരുവാണ്, നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്. അപ്പോൾ വന്നപ്പോൾ മാസ്ക് ധരിച്ച ആ ടൈമിൽ എല്ലാവരും നടക്കുന്നത്. അപ്പോൾ നേരെ വരുന്നു, ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് നേരെ ലോക്കൽ ടിക്കറ്റ് എടുത്ത് നേരെ കയറുക ചെയ്ത് കയറി ബാഗ് വെച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ബോഡി മൊത്തം വേർത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാസ്ക് ഊരിയിട്ട് സീറ്റിൻ്റെ അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ സീറ്റ് തപ്പി പിടിച്ച് പോയി സീറ്റിൻ്റെ അവിടെ പോയി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പെൺകുട്ടികൾ, അത് സച്ചിൻ്റെ ആരാധകരാണ്, വിനയൻ്റെ അല്ല കേട്ടോ. അപ്പോൾ അവർ വരുന്നു, ചേട്ടാ ഇന്ന ആളല്ലേ എന്നൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് പെട്ടെന്ന് സംസാരിക്കുന്നു. ഭയങ്കര സന്തോഷം, നമ്മൾ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് തുടങ്ങി അങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അമ്മാമ്മയുണ്ട് ഇവരുടെ കൂടെ. അവർ ഫാമിലി ആയിട്ട് എങ്ങാണ്ടൊക്കെ ട്രിപ്പ് കഴിഞ്ഞെങ്ങാണ്ട് കന്യാകുമാരി പോയിട്ട് എങ്ങാണ്ട് വന്ന വഴിയോ അതോ ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴിയോ അങ്ങോട്ടായിരുന്നു. അപ്പോൾ വന്നു ഈ പെൺകുട്ടികൾ വന്ന് വിളിച്ചു, ചേട്ടാ ഇങ്ങനെ സീരിയൽ ആരാധകനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആണോ ഓക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ചോദിച്ചു എൻ്റെ അടുക്ക്, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ ആയിക്കോട്ടെ. എനിക്കൊരു ചമ്മലുണ്ട്, എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് തുടങ്ങി, പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാരോട് കാണുമല്ലോ എന്നൊരു ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ഒന്ന് സെറ്റൊക്കെ ആയിട്ട് എണീറ്റ് പോയി കഴിഞ്ഞപ്പോൾ ആ പിള്ളേർ ഈ ഫാമിലി ആയിട്ടാണല്ലോ വന്നത്. ഞാൻ അപ്പോഴത്തേക്കും അപ്പോൾ അവരിങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ അവർ ഫാമിലിനെ കൂടി വിളിക്കുന്നു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് വരുമ്പോൾ എൻ്റെ കണ്ണും പോകുന്നു, ഒരു അമ്മാമ്മയിലോട്ട് എൻ്റെ കണ്ണും പോകുന്നുണ്ട്. പക്ഷെ ആ അമ്മാമ്മ ഇങ്ങനെ ഒരു റൂട്ട് കട്ട് മൈൻഡിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിന് സംഭവം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചിരിച്ചൊക്കെ കാണിച്ചു. പക്ഷേ ചിരിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തെ ആ മൈൻഡ് കൊടുത്തില്ല, ഞാൻ ചമ്മിപ്പോയി.
അത് കഴിഞ്ഞിട്ട് ഇവരടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കും. ഈ അമ്മാമനെ വിളിക്കും. അമ്മാമ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് അമ്മാമനെ പിടിച്ചു പിടിക്കുമ്പോൾ ആ പിള്ളേരുടെ കൈ പെട്ടെന്ന് അമ്മാമ തട്ടി മാറ്റുന്നു. എന്നിട്ട് പറഞ്ഞ മറുപടിയാണ് അതിശയിപ്പിച്ചു കളഞ്ഞത്. എനിക്ക് ഇവന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. ഇവനെ സ്വന്തം തന്തേനെ ഇറക്കി വിട്ട മറ്റേ വിനയന അവന്റെ കൂടെ ഫോട്ടോ എടുക്കണം. അമ്മ മഞ്ഞിൽ വീട് നിൽപ്പ് കാണുന്ന ആളായിരുന്നു. അപ്പോഴത്തേക്കും അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. പക്ഷെ അത് പിന്നീട് ആലോചിക്കുമ്പോൾ തോന്നി ഇൻസൾട്ടിങ് അല്ലായിരുന്നു. അത് ആ ക്യാരക്ടറിനോട് ആ അമ്മയ്ക്കുണ്ടായ ഒരു വികാരം ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുള്ള കേസ് കേട്ടായിരുന്നു അത്. അപ്പൊ ആദ്യം ഒന്ന് നാട്ടുകാർ വന്നു ചമ്മിപ്പോയെങ്കിലും പിന്നീട് ഞാൻ സ്വയമേ ആലോചിക്കുമ്പോൾ ആ ക്യാരക്ടറിന് കിട്ടിയ ഒരു റിവാർഡായിട്ടാണ്. തീർച്ചയായിട്ടും ഈ കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സീരിയലത്തെ കഥാപാത്രങ്ങളെ എല്ലാവരും സ്വന്തം വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെ കാണുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ചില സീരിയലുകളുടെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ ഇന്ന് ഇതുള്ളതാണ്, പോയി കണ്ടില്ല. അങ്ങനെ എൻ്റെ അമ്മയൊക്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂവിന്റെ സമയത്തൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കിയിട്ടൊക്കെ പോകും. അങ്ങനെ അതായത് അവരെ സംഭവിച്ചെന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു റിലീഫ് ടൈം ആണ്. അതെ, തീർച്ചയായിട്ടും. ഈ സീരിയലിലേക്ക് ഇനിയിപ്പം നേരത്തെ നമ്മൾ ഈ ആരാധകരുടെ കാര്യം പറഞ്ഞു, ആരാധികമാരുണ്ടോ? ഫാൻസ് ആരെങ്കിലും എന്തെങ്കിലും പ്രപ്പോസലുകളായിട്ട് വന്നിട്ടുണ്ടോ? നോർമലി എല്ലാവരും പറയണോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് കൊള്ളാം, ആക്ടിങ് കൊള്ളാം, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതല്ലാതെ ശല്യം ചെയ്തുകൊണ്ടുള്ള ശല്യം ചെയ്യലൊക്കെ ഉണ്ട്. നമ്മളത് മൈൻഡ് കൊടുക്കാൻ നൈസായിട്ട് പോകും. നൈസായിട്ട് ഞാൻ എസ്കേപ്പ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം പറയുവാണെങ്കിൽ സീരിയലിൽ തന്നെ തുടരാനാണോ താല്പര്യം, അതോ സിനിമയെന്ന്? എനിക്ക് തോന്നുന്നു ഈ അഭിനയത്തിനോട് ഒരു ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഈ ഒരു സീരിയലിനെക്കാട്ടും കൂടുതൽ സിനിമ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം സീരിയലിൽ തന്നെ തുടരാനാണോ താല്പര്യം, അതോ സിനിമ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് പോകുമോ? എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമ സ്വപ്നം കണ്ടു വന്ന ആളാണ്. അപ്പോഴത്തേക്കും ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ തടസ്സം വന്ന് കളഞ്ഞതും സിനിമയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ. സിനിമ എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ്, അത് കിട്ടുന്ന പോലെയാണല്ലോ എല്ലാം. അപ്പോൾ എനിക്കും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമ നടനായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയി അതിലൊരു ഗ്രോ അപ്പ് ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അന്ന് വെച്ചാൽ സീരിയൽ ഒരിക്കലും മോശമാണെന്ന് പറയുന്നില്ല. കാര്യം എനിക്കൊരു വരുമാന മാർഗവും എൻ്റെ വീട്ടിലോട്ട് അരി മേടിക്കാൻ പറ്റുന്ന സീരിയലിലൂടെയാണല്ലോ. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്ന് എനിക്ക് സിനിമയിലോട്ട് എൻട്രി കിട്ടി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കും. നല്ല നല്ല എന്തെങ്കിലും റോൾസ് ഒക്കെ വരുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിനി ഒരു സെഗ്മെന്റിലും കൂടി ഒരു ഗെയിമിലൂടെ കടക്കാം. ശരി. നികുതിയുള്ള മലയാള മാസം ഏതാണ്? നികുതിയുള്ള മാർച്ചിലാണ്. ഇത് ശരിക്കും ജനറൽ ആയിട്ടുള്ള പ്രശ്നമാണ്. മാർച്ചിലാണ് നികുതി. ഒരു കുസൃതി ചോദ്യമാണ്. ജനുവരി, നികുതി ടാക്സ് ഉള്ള നികുതിയുള്ള മലയാള മാസം ഏതാണ്? എനിക്ക് ആൻസർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ ആലോചിക്ക നികുതി ബുദ്ധിപരമായി ആലോചിക്കാതെ കുറച്ച് ഇതായിട്ട് ആലോചിക്കുക. ഓക്കെ, ഞങ്ങൾ പൊതുവെ ബുദ്ധിയുള്ള ആൾക്കാർ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കൽ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അറിയില്ല. തോറ്റോ? മകരം. മകരോ? മകരം മലയാള മാസോ? ചിങ്ങം, കഞ്ഞി, തുല. അങ്ങനെ പറ. ജനുവരി ഫെബ്രുവരി വെച്ചല്ലേ ഞാൻ കൂട്ടിയെ. ഞാൻ മലയാള മാസം എനിക്കറിയേണ്ടത്. ശരി, ഓക്കെ. കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ഉപദേശത്തോടെ പറയുന്ന വാചകം ഏതാണ്? സൂക്ഷിച്ചു പോട്ടോ. കുറച്ചടുത്തെത്തി, എന്നാലും കുറച്ചും കൂടി ഒരിതാണ്. കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ഉപദേശത്തോടെ പറയുന്ന വാചകം ഏത്? ഈ ആദ്യത്തെ രണ്ട് വിട്ട പെണ്ണിനോട് അതും ഈ കടൽ കടന്ന പ്രവാസിയോടും തിരിച്ചു വരല്ലെന്നാണോ? അല്ല, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാ. ഞാൻ പറയും, ബസ്സിൽ കയറിയ യാത്രക്കാരോട് പറയുന്നു. ഇത് കൂടുതൽ ക്ലൂ ഒന്നും പെട്ടെന്നെത്തും അല്ല. പെട്ടെന്ന് വാ. കണ്ടക്ടർ ഒക്കെ പറയുന്നവർക്ക് ബസ് കയറിയിട്ടുണ്ടോ? ബസ് കയറിയിട്ടുണ്ടോ? പിന്നെ ബസ്സിൽ കയറത്തില്ലേ? അല്ല, സാധാരണ ഇങ്ങനെ അഭിനേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ. അതെ, ഓക്കെ. ബസ്സിൽ കയറിയ യാത്രക്കാരോട് പറഞ്ഞു. ഈ ചില്ലറയില്ല അതൊക്കെ അല്ലാണ്ട് വേറെ പറയുന്നത്? ചില്ലറയില്ല, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എത്തും, മണി. ഈ തോറ്റു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തോൽവി സമ്മതിച്ചേരാ. അറിയാൻ പാടില്ല, അറിയാന്ന് പറഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, തോറ്റിരിക്കുന്നു.
പിടിച്ചു നിന്നോണേ. എനിക്കറിയില്ല, ഈ ക്വസ്റ്റ്യൻ ഞാനല്ല തയ്യാറാക്കി. കെട്ടിച്ചു വിട്ട പെണ്ണിനോട് വീട്ടിൽ തന്നെ പിടിച്ചു നിന്നോണേന്ന്. ബസ് കടൽ കടന്ന പ്രവാസിനോട് ബസ്സിൽ പോണവരോട് ബസ്സിൽ നിക്കണവരോട് പറയണം കേട്ടോ. ബസ്സിൽ പോണവരോട് ഇരുന്നും പോണുണ്ടല്ലോ. അത് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയവരോട്. അതാണ് തെറ്റ്. എന്റെ കുഴപ്പമില്ല. അതെ, എന്റെ പ്രശ്നം. നമ്മള് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാരാണ് നേരത്തെ പറഞ്ഞത്. അതെ അതെ ശരിയാ. ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന്റെ പ്രശ്നമാണ്, അല്ലാതെ അറിയാത്തതിന്റെ പ്രശ്നമല്ല. അംഗീകരിച്ച തരത്തില്ല കൂട്ടാ. അതെ, അതങ്ങനെയാണല്ലോ നമ്മൾ മലയാളികൾ പൊതുവെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഒരു സ്ഥലപ്പേര് ആദ്യത്തെ രണ്ടക്ഷരം കൊണ്ടാൽ വേദനിക്കും. ആദ്യത്തെ രണ്ടക്ഷരം ഒരു സ്ഥലപ്പേരാണ്. ആദ്യത്തെ രണ്ടക്ഷരം കൊണ്ടാൽ വേദനിക്കും. അവസാനത്തെ രണ്ടക്ഷരം ഒരു ദ്വീപിന്റെ പേരാണ്. ആദ്യത്തെ മൂന്നക്ഷരം നിരോധിക്കപ്പെട്ട ഒരു കച്ചവടമാണ്. ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ചേർത്താൽ ഒരു മുസ്ലിം നാമം പേരാണ്. സ്ഥലവേദം എനിക്കറിയില്ല. ഒന്നുകൂടി പറയോ? കേരളത്തിലെ ഒരു സ്ഥലപ്പേര്. കേരളത്തിലെ ഒരു സ്ഥലപ്പേര് ഈ പറഞ്ഞ ഇപ്പൊ കോട്ടയം, ചങ്ങനാശ്ശേരി അല്ല അങ്ങനെ പറഞ്ഞു പോകുന്നതാണോ അതോ ഉദ്ദേശിച്ചത്, അതോ ജില്ലകളാണോ? ജില്ലയല്ല, ജില്ലയിലത്തെ ഒരു സ്ഥലമാണ്. കൊട്ടാരക്കര അല്ല. കൊട്ടാരക്കരയിൽ എവിടെയാണ് രണ്ടക്ഷരം കൊണ്ടാ വേദനിക്കുന്നത്? ആദ്യത്തെ രണ്ടക്ഷരം നമുക്ക് കൊണ്ടിട്ടുണ്ട് വേദനിക്കും. തല്ല്. അതിന് വേറൊരു പേര്. ഇടി അല്ല. ഇടിക്ക് വേറൊന്നും. അടി. അടിമാലി. ഇത് ഇത്രയും ഞാൻ എളുപ്പം ഇത് വന്നോണ്ടാണ്. ഉത്തരം ശരിയാണോ? ഞാൻ ശരിയാക്കി. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നേ. ആദ്യത്തെ രണ്ടക്ഷരം കൊണ്ടാൽ വേദനിക്കും, അടി. അവസാനത്തെ രണ്ടക്ഷരം ഒരു ദ്വീപിന്റെ പേരാണ്, മാലിദ്വീപ്. ആദ്യത്തെ മൂന്നക്ഷരം നിരോധിക്കപ്പെട്ട കച്ചവടം, അതായത് നിരോധിക്കപ്പെട്ട അടിമ. പിന്നെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ചേർത്താൽ ഒരു മുസ്ലിം നാമം, അലി. ആയും ബുദ്ധിപരമായി അല്ല, നേരത്തെ ബുദ്ധിപരമായി ചിന്തിക്കുന്നു എന്നല്ലേ പറഞ്ഞു, എന്നിട്ട് ഇപ്പം ബുദ്ധി അവിടെ ഉത്തരം പറഞ്ഞു. അത് ഞാൻ അത്ര ക്യൂ തന്നോണ്ടല്ലേ, ക്യൂ തന്നോണ്ടല്ലേ. ഓക്കെ. കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും? കുത്തും കോമയും അസൽ ഒരു കുസൃതി ചോദ്യം. കുത്തും കോമയും അല്ല, ആൻസർ അതല്ല. കുത്തും കോമയും. ഡോട്ട് ഈ സാധനത്തിന് എന്താ പറയുക? കോമയ്ക്ക് ഇംഗ്ലീഷിൽ കോമയുടെ ഇംഗ്ലീഷ് പറഞ്ഞു എനിക്കറിയില്ല, അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാം. എനിക്കും അറിയത്തില്ല. കോം. ഡോട്ട് കോം. ഡോട്ട് പറഞ്ഞോണ്ട് ആൻസർ പറഞ്ഞു. പകുതി. അടുത്തത്. ജീവനില്ലാത്ത എനിക്ക് 5 വിരലുകളുണ്ട്, ആരാണ് ഞാൻ? 5 വിരലുകളോ? ഒരു കൈയുള്ളോ? ജീവനില്ല പക്ഷെ 5 വിരലുണ്ട് സാധനത്തിന്. ഒരു വസ്തു ആകാം. പൂവാണോ? പൂ അല്ല, പൂവല്ല. പൂവിന് 5 കൂടുതലുണ്ടാവും, കുറവും ഉണ്ടാകും. ശരി. അതിന് ജീവനുണ്ടോ? എന്താണ് അഭിപ്രായം? ഇങ്ങോട്ട് കഥയിൽ ചോദ്യമില്ല. അതെന്ത്? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. 5 വിരൽ എന്തായാലും ഉണ്ടാവും, പക്ഷെ ജീവനില്ല. ആലോചിക്കുക. 5 വിരൽ കാണുന്നത് എന്തിനാണ്? നമുക്കുണ്ടല്ലോ 5 വിരല്. അതെ, അത് ജീവനില്ല, വസ്തുവിന് ഇതില്ല. ഫിംഗർ ചിപ്സ് പറയട്ടെ? ഗ്ലൗസിന് 5 വിരൽ. എന്റെ ദൈവം, ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമിക്കണം. അടിപൊളി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, അതേപോലത്തെ സിമ്പിൾ കോഡിങ്. അതെ, അങ്ങനത്തെ ആകുമ്പോ എളുപ്പമാണല്ലോ അല്ലേ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായാൽ ചാടി കളിക്കും, ആര്? ഇച്ചിരി ഒരു കുസൃതി ചോദ്യമല്ല. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായാൽ ചാടി കളിക്കും. കുസൃതി ചോദ്യമാണ്. കുട്ടിക്കാലത്തല്ലേ നമ്മൾ ചാടി കളിക്കുന്നത്? കുട്ടിക്കാലത്ത് എങ്ങനെ നീന്തി കളിക്കും? പിന്നെ മുട്ട നീന്തി കഴിയുമ്പോൾ നീന്താന്നുകൊണ്ട് പതയ്ക്കും. നമ്മൾ എഴഞ്ഞു. സോറി, ഞങ്ങളുടെ നീന്താന്ന് പറയാം, മുട്ടയും നീന്താന്ന് പറയാം. ആൻസർ അതല്ല. മനുഷ്യനല്ല. ജീവനുണ്ട്.
ഇത് കൂടുതൽ ക്ലൂ ഒന്നും തരില്ല. പറ. ഇല്ല ഇല്ല ഇല്ല, കണ്ടുപിടിക്കേ. ഇതും കൂടി ഉള്ളു ലാസ്റ്റ് ദിവസം. കുട്ടിക്കാലത്ത് നീന്തി കുളിക്കും, നീന്തി കളിക്കും. മുതിർന്നവരായ ചാടി കളിക്കും. മീൻ അല്ലേ? മുതിർന്നവരായാലും അത് നീന്തു തന്നെയല്ലേ ചെയ്യുന്നത്, ഇടയ്ക്ക് ചാടുവെന്നല്ലാണ്ട്. അവരുടെ സൗകര്യം പോലെയാണല്ലോ. അതെ. എനിക്കറിയില്ല. ഒന്നുകൂടെ കടം കുടിച്ചു. ഉറപ്പ്. തവള. ആദ്യം വാലുമാക്രിയാണ്, പിന്നെ തവളയാവും. അതെ, ആദ്യം ചെറുപ്പത്തിൽ വാലുമാക്രി ആകുമ്പോ നീന്തുവല്ലേ ചെയ്യുക, പിന്നെ ചാടിക്കൊണ്ടിരിക്കല്ലേ. ശരി. ബുദ്ധിപരമായി ചിന്തിക്കണം, ഇടയ്ക്ക് ബുദ്ധി എവിടേക്കോ പോകുന്നുണ്ടെന്ന്. ഇനി മാറിപ്പോ, നീ കുട്ടിയുടെ സൗന്ദര്യം കൊണ്ട് ഞാൻ നോക്കിയിരുന്നു പോവാണ്, അതുകൊണ്ടാണ്. അങ്ങനെയൊന്നും തമാശക്കാണെങ്കിലും ഞാനങ്ങ് വിശ്വസിച്ചു. അപ്പൊ ഈ സെഗ്മെന്റ് നമ്മള് വിജയകരമായി എന്ന് പറയാൻ പറ്റില്ല. ഒരു പോയിന്റ് അടി ഞാൻ ക്ലൂ തന്നതാ. എന്നാലും ഓക്കെ, ശരി, സമ്മതിച്ചു.